ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ താമസിക്കുന്ന പ്രദേശത്തെ റോഡ് നിർമ്മാണം വാർഡ് മെമ്പറും സ്വകാര്യ വ്യക്തിയും ചേർന്ന് മുടക്കുന്നതായി പരാതി. മലപ്പുറം മൂന്നിയൂർ പഞ്ചായത്തിലെ 23-ാം വാർഡിൽപ്പെട്ട തടത്തിൽ കാരക്കാട് റോഡാണ് നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത്. റോഡ് സ്വകാര്യ വ്യക്തികൾ കയ്യേറിയതോടെ കാരക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ടാറിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിയതോടെ 12ഓളം കുടുംബങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. മുന്നിയൂർ പഞ്ചായത്തിലെ 23-ാം വാർഡിൽപ്പെട്ട തടത്തിൽ കാരക്കാട് റോഡിന്റെ കാരക്കാട് ഭാഗമാണ് ചില സ്വകാര്യ വ്യക്തികൾ കയ്യേറിയത്. ഇതോടെ റോഡ് ടാർ ചെയ്യാനോ വീതി കൂട്ടാനോ സാധിക്കാത്ത നിലയിലാണ്. പഞ്ചായത്ത് ആസ്തിയിൽ 3 മീറ്റർ വീതിയുള്ള റോഡുണ്ടെന്നാണ് വിവരാവകാശ രേഖ. എന്നാൽ ഈ രേഖകൾ പഞ്ചായത്തിൽ നിന്ന് ലഭ്യമാണെങ്കിലും അധികൃതർക്ക് ബോധ്യം വന്നിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഭിന്നശേഷിക്കാരായ 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള 12ഓളം കുടുംബങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അവർക്ക് വാഹനം ഇങ്ങോട്ട് വരില്ല. ഞങ്ങൾ അവരെ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം മെയിൻ റോട്ടിക്ക്. അതിലൂടെയാണ് വാഹനം പോകുക. അപ്പം അതിൽ പോകുന്ന സമയത്ത് ഹൈപ്പറുള്ള കുട്ടിയാണ്. അപ്പോൾ നമ്മൾ കൈ വിട്ടാൽ അവന് ഓടും. പിന്നെ അതേസമയം നടക്കാൻ പ്രയാസമുള്ള ഒരു കുട്ടിയുണ്ട്, സെറിബ്രൽ പാൾസി. അവനക്ക് വിത്ത് MR ഉള്ള ഒരു കുട്ടിയാണ്. അവനെ എടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത് മെയിൻ റോട്ടിക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രയാസമാകുമ്പോൾ നമുക്ക് വാഹനം വരാതെ കുട്ടികളെ സ്ഥിരമായിട്ട് സ്കൂൾ കൊണ്ടുപോകാൻ കഴിയാത്തൊരു അവസ്ഥയും കൂടി ഇവിടെ ഉണ്ടാവുന്നുണ്ട്. റോഡ് ടാർ ചെയ്യാൻ പഞ്ചായത്ത് സ്ഥലം അനുവദിച്ചെങ്കിലും റോഡിന്റെ രേഖ കാണിച്ച് മറ്റൊരു റോഡാണ് ടാർ ചെയ്യുന്നത്. സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ആവശ്യപ്രകാരം പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇതോടെ നാട്ടുകാർ ചേർന്ന് മുഖ്യമന്ത്രിക്കും കളക്ടർക്കും പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. പിന്നീട് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളും വയോധികരും ചേർന്ന് ഭിന്നശേഷി കമ്മീഷനെ കണ്ട് പരാതി നൽകിയതോടെ കമ്മീഷൻ വിശദാംശങ്ങൾ തേടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്തയച്ചു. ഫണ്ട് വെക്കാൻ വേണ്ടി മെമ്പറായിട്ട് ആവശ്യപ്പെടുകയും മെമ്പർ ഫണ്ട് വെക്കുകയൊക്കെ ചെയ്തു. ഫണ്ട് വെച്ചിട്ട് ഇവിടെ വന്ന് പഞ്ചായത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്ന് അളന്നപ്പോൾ റോഡ് വീതിയില്ല എന്ന് പറഞ്ഞു. ആ വീതിയില്ലാത്ത റോഡ് ആദ്യം അപ്പുറം ഈക്വലായിട്ട് വിട്ടുകൊടുക്കാമെന്നുള്ളത് ചർച്ച ചെയ്യാതെ സ്വകാര്യമായിട്ട് പോരായുള്ള ഭാഗം വിട്ടുകൊടുക്കാമെന്ന് അപ്പുറം 2 ഭാഗത്തുള്ള വ്യക്തികളും സംസാരിക്കുക. ഇതിൻ്റെ ഒരു സൈഡിലുള്ള ആളുകൾ അതിൻ്റെ അതിര് റോഡിൻ്റെ നടുക്കാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു നിവൃത്തിയില്ല. റോഡിൻ്റെ നടുക്കൊക്കെ അതിര് കിടക്കുമ്പോൾ അത് ക്ലിയർ ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട്. അധികൃതരുടെ നിരുത്തരവാദിത്വപരമായ സമീപനത്തിൽ പ്രതിഷേധിച്ച് ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനൊരുങ്ങിയാണ് കാരക്കാട് റോഡ് ആക്ഷൻ കമ്മിറ്റി. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.